ഹായ് ഗൈസ്, നമ്മളിന്ന് ആരുടെ കൂടെ രണ്ടുപേരും മുഖം കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളും കൂടി കൂടെയുണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് വിട്ട് കളഞ്ഞേക്കാം. നമ്മളിപ്പോ പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത്? സ്ഥലത്തിന്റെ പേര് പറഞ്ഞേ. അൽമേദ. അങ്ങോട്ടാണ് പോകുന്നത്. കുന്നും മലയും കയറുന്ന കാരണം അണച്ചിട്ട് വർത്താനം പറയാൻ പറ്റുന്നില്ല. നമുക്ക് സംസാരിക്കാം. കുറച്ചങ്ങ് പോട്ടെ, എന്നിട്ട് നമുക്ക് എന്താ സംഭവം എന്നൊക്കെ കാണാം. അപ്പോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല കാറ്റുണ്ട്, അടിപൊളി ഒരു സൺസെറ്റും. നമ്മൾ പോകുന്നത് അതിന് താഴെ ആ പച്ച കളറിലൊക്കെ കണ്ടില്ലേ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അടിപൊളി ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, നമുക്കത് കാണാം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ ഇരിക്കാനുള്ള സെറ്റപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്നിട്ടാണ് നമുക്ക് വ്യൂ. ഇനി താഴത്തേക്ക് ഇറങ്ങാം, താഴത്തേക്ക് പോകുന്നതൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ ഇതിന്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പോവാനായിട്ട് വഴിയുണ്ട്. അതിൽ കൂടെ ചാടി എല്ലാവരും ആ പുല്ലി കൂടെ ചാടുന്നത്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കൂടെ താഴത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള സ്ഥലമുണ്ട്. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് ആ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ മുകൾ വശമാണ്. നമ്മൾ ഇതിന്റെ മേലെ നിന്നാണ് വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ ഇറങ്ങി വന്നു താഴത്തോട്ട്. അടിപൊളിയൊരു വ്യൂ. ഇവിടെയൊക്കെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഉണ്ടോ? ഇത് ഇനി ഇതിന്റെ മുകളിലുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ഫെസ്റ്റിവല് ഇതിവിടെയാണ്, ഫെസ്ത. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. കണ്ടോ? ഇതിന്റെ ഭംഗി കാണണമെങ്കിൽ താഴോട്ട് തന്നെ ചെല്ലണം. ജസ്റ്റ് ഇപ്പൊ ഇത് മൊത്തത്തിൽ കാണിച്ചത്. ഇതാണ് പാർക്ക്. അടിപൊളിയല്ലേ? ഇനി ഇതിന്റെ ബാക്കി കാഴ്ചകളൊക്കെ താഴെ ചെന്നിട്ട് കാണിക്കാം. ഇപ്പൊ നമ്മൾ പോവാം. ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്, നമ്മൾ ഇറങ്ങി പോവുകയാണ് ഗൈസ്. ഇതാണ് താഴോട്ടുള്ള വഴി. നമുക്ക് അടിപൊളി വെള്ളച്ചാട്ടം. അതിന്റെ സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാ ഭംഗിയല്ലേ? ഇതാണ് സംഭവം.
ഇതാണ് ഫെസ്റ്റിവൽ ഷോപ്പുകളാണ് ഇതൊക്കെ. നമുക്ക് അതിന്റെ സാധനങ്ങളെല്ലാം കാണാം. ഫുഡ് ഐറ്റംസ്, മറ്റു സാധനങ്ങൾ എല്ലാം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. നല്ല കൊമ്പ് സംഭവം ഒന്നും അറിയില്ല. ക്ലാസിക്കോ കപ്പുകള്, ഐ മീൻ കൊമ്പുകളോണ്ട്, മൃഗങ്ങളുടെ കൊമ്പുകളോണ്ട് ഉണ്ടാക്കിയ കപ്പുകള്, പിന്നെ മണ്ണോണ്ട് ഉണ്ടാക്കിയ കപ്പുകളൊക്കെയാണ്. മുളകൊണ്ട് ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് സ്വീറ്റ്സ്, പോർച്ചുഗൽ സ്വീറ്റ്സ്, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ, അതാണ് ആളിട്ടിരിക്കുന്നത്. അടിപൊളി. അതുപോലെ തന്നെ അത് സ്നാക്സ്. ഇത് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം എന്താ പറയാ, ഉണക്കി, സ്വീറ്റ്സിൽ ഉണക്കി എടുത്തേക്കുന്നതാണ്. പൈനാപ്പിള്, നാരങ്ങ, നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെയുള്ള സാധനങ്ങൾ, ഡേറ്റ്സ്, വാൾനട്ട്, കാഷ്യൂനട്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഹായ്. ഓ, ബനാന. I just try? Yes, it's a try. Thank you. കപ്പലണ്ടി, കുക്കീസ്, ഡോണറ്റ്സ്, നമ്മുടെ ഇറ്റലിയിലെ കൊർണേറ്റി. അടിപൊളി. ഇതും സംതിങ്, ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പിസ്സ മോഡൽ ഐറ്റംസ്. ചെറി ലിക്കർ ഉണ്ട്, നമുക്ക് കുഞ്ഞി കപ്പില് കിട്ടും ലിക്കർ. അടിപൊളി. കേക്ക്, സോറി, വാ വാ. ഓർണമെന്റ്സ്, നല്ല തിരക്കാണ്. ലൈറ്റ്സിന്റെ പ്രശ്നം. ഹലോവിൻ്റെ ഐറ്റംസ്, അവരുടെ ഡ്രസ്സിങ്ങും അങ്ങനെ തന്നെയാണ്. വാവ്, ഹലോവിൻ്റെ ഡ്രസ്സിങ് ആണ് അവർ ഇട്ടിരിക്കുന്നത്. പ്ലാന്റ്, നമ്മുടെ വീടിന്റെ അകത്തും ഡെക്കറേഷനൊക്കെ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അടിപൊളി. നോർമൽ ബാഗുകള്, ബെൽറ്റുകള്, അങ്ങനെയുള്ള ഐറ്റംസ് അടിപൊളിയായിട്ടുണ്ട്. ലെതർ ഐറ്റംസ് ആണ് കേട്ടോ. അവിടെ തന്നെ അതിന്റെ ഒരു മണമുണ്ട്. ജമട്ടം ബെൽറ്റ്. വാ, 15 യൂറോ ആണ് അതിന്. 10 യൂറോ, 15 യൂറോ ഒക്കെയാണ് ബെൽറ്റുകൾക്ക് മാത്രം. ബാഗുകൾക്ക് ചെറുതിന് 30, 36, 50 ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ 25 യൂറോ വരെ തുണികള്, ഡ്രസ്സുകളുണ്ട്. ക്യൂട്ട് പേഴ്സുകള്.
ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് പേഴ്സുകളാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഹിമാലയൻ നാപ്പാൾസിൽ ഉണ്ടാക്കിയ കൈകൊണ്ട് ഉണ്ടാക്കിയ ഐറ്റംസ് ആണ്. ബാൻഡുകൾ അടിപൊളിയായിട്ടുണ്ട്. ഇത് ഹെയർ, നമ്മുടെ തലയിലൊക്കെ വെക്കുന്ന റിങ്ങുകൾ, വെള്ള സംഭവങ്ങളൊക്കെ അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. നല്ല തണവുണ്ട്. തണവിന് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്. ഞങ്ങൾക്ക് മേടിക്കണം എന്നൊക്കെ ചോദിച്ചു. 45 യൂറോ. ഇത് ഹാൻഡ് മെയ്ഡ് സാധനമാണ്, അടിപൊളി സാധനങ്ങൾ. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. ഇതെല്ലാം സ്വീറ്റ്സ് ആണ്. സ്വീറ്റ്സ് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചായല, എന്താല്ലേ, മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക്, നല്ല എരിവുള്ള മുളകും മറ്റേ കാശ്മീരി ചില്ലി മോഡൽ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ഉണക്കമുളക് അങ്ങനെ തന്നെ ഉണ്ട്. കണ്ടായിരുന്നോ? ഓക്കെ. മണത്തിനൊക്കെ ഇടുന്ന ഫുഡില് ചായകളാണ്. ചായ്, ലെമൺ ഇട്ടിട്ടുള്ള ചായ്, മെന്തേര ചായ്, ജാസ്മിൻ, റോസ്. ഇത് വുമൺസ് പൗഡർ എന്ന് പറഞ്ഞിട്ടൊരു റോസാപ്പൂവിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഹിബിസ്കസ്, മറ്റേ എന്താ പറയുക, ചായ, മറ്റേ എന്താ സംഭവം പറയുന്നേ, ചെമ്പരത്തി പൂ ഇട്ടിട്ടുള്ളത്. വാ, കൊള്ളെ, നന്നായിട്ടുണ്ട്. ഇതെന്തോ ഒരു ചെടിയാണ്, ഇലയാണെന്ന് പറഞ്ഞു. ഒരു വെള്ളത്തിലിട്ടൊക്കെ കാണിച്ചു, പക്ഷെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ. ചുറ്റും കടകളാണ്. ഇപ്പോഴും കണ്ടു കഴിഞ്ഞു. അടിപൊളി ക്യാൻഡീസ് ഉണ്ടാക്കുന്നത് അതൊക്കെ ഇവിടെ ഉണ്ടാക്കണം കേട്ടോ. ദിവസമുണ്ട് അവിടെ ഫുഡ്. പെട്ടിക്കട പോലുള്ള സ്ഥലത്തു നിന്നാണ് ബീർ മേടിച്ചു കുടിക്കുന്നത്. നമുക്ക് എന്ത് വേണേലും കഴിക്കാം കേട്ടോ. സോഡ ഉണ്ടാവും, ജ്യൂസുകൾ ഉണ്ടായിരിക്കും, ബീർ ഉണ്ടായിരിക്കും. അതിവിടെ ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനത്തിൽ നിന്ന് വരിക. ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. വൈൻ ഉണ്ടായിരിക്കും, പിസ്സ കിട്ടും. എന്താണെന്ന് മനസ്സിലായോ? മൂങ്ങിയാണ് ആളുടെ കയ്യിലിരിക്കുന്നത്. ക്യാഷ് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ അത് കയ്യുമ്പോ വെച്ച് തരും. കുഞ്ഞിതുണ്ട്, വലുതുണ്ട്. വാവ്, ആളെ കാണിച്ചു. അതുപോലെ തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ തുടങ്ങാൻ പോകുന്ന DJ, ഡാൻസ്, പാട്ട്, അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന്റെ സ്റ്റേജിന്റെ ബാക്ക് വശമാണ് ഇത്. ഫ്രണ്ടിലേക്ക് പോയിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം. കാരണം കടകൾ കണ്ടു തീർന്നില്ല. ഒരു സൈഡ്, ഈ ഒരു സൈഡ് മാത്രമേ സത്യത്തിൽ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് സൈഡിലേക്കും കൂടി ഒന്ന് പോവാം. അതുപോലെ എന്തെങ്കിലും കഴിക്കാം. എന്നിട്ട് അടുത്ത, അതായത് ഇത് ഈ പാർക്ക് എന്ന് പറയുന്നത് 2 പോർഷനായിട്ടാണ് കിടക്കുന്നത്. സെന്ററിൽ റോഡ് ഉണ്ട്, പിന്നെ അടുത്ത പോർഷനിലേക്ക് കടക്കാം. കണ്ടോ, 2 പാർട്ടായിട്ടൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അപ്പൊ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് ഇത് കഴിയുമ്പോൾ കിടക്കാം. ഇപ്പൊ ഇനി ആ വശം കൂടി കാണാം. ഗൈസ്, ഒരാളെ മിസ്സായിരിക്കുകയാണ്. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നടക്കാണ്. ഇവിടെയും കിളികളെ വൈറ്റ് ഇതിനൊക്കെ മൂങ്ങേനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. വെറൈറ്റി ഐറ്റംസ്.
ഡാൻസ്. ചേച്ചി ഞാനും കൂടി പോയി കളിക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ. ഓ കഴിഞ്ഞ്. അടിപൊളി. അടിപൊളിയായിരുന്നു. കേറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പാട്ട് തീർന്നതുകൊണ്ട് ചമ്മിപ്പോയി. എന്താണ് ഗൈസ് കാണുന്നത്? ചോക്ലേറ്റ്, ഐസ്ക്രീം, വൈറ്റ് ചോക്ലേറ്റ്, ന്യൂട്ടെല്ല. വൗ, സ്വീറ്റ്സ് ആണ്. നമുക്ക് വേണ്ട ഏത് ഫ്രൂട്ടിലാണെങ്കിൽ നമുക്കത് ചെയ്തു തരും. വേഫറിൽ ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ തരും. കണ്ടാ, മിൽക്കി ബാർ, ഓറിയോ, കിൻഡർ, പിന്നെ ന്യൂട്ടെല്ല. അത് ഫ്രൂട്ട്സിൽ, ക്രീമിൽ അങ്ങനെയൊക്കെ ചെയ്തു തരും. അടിപൊളി. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ്. ചോക്ലേറ്റ്സിന്റെ ഒക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ്. വാ, ഇതാണ് ലിക്കറിന്റെ ഷോപ്പ്. കണ്ടത് തോന്നുന്നു വീനോ അല്ലെങ്കിൽ അല്ലാത്ത ലിക്കർ എല്ലാം കിട്ടും. നമ്മുടെ ഒരു പെട്ടിക്കട പോലെയാണ് ഇവിടെ ലിക്കർ വിൽക്കുന്നത്. കണ്ടോ, ശരിക്കും അത്ഭുതമല്ലേ ഇതൊക്കെ. ഇതാണ് ഗൈസ് ലിക്കറിന്റെ ഷോപ്പ്. നിങ്ങൾക്ക് കണ്ട എന്ത് തോന്നുന്നു? ഇത് ലിക്കർ വിൽക്കാൻ ഇരിക്കുന്നതാണ്. ദേ പെഗിന്റെ ഗ്ലാസ് ആണ് ഇരിക്കുന്നത്. പെഗ് കണ്ടോ, വീനോ എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ. ബീർ കിട്ടില്ല, വീനോയും ലിക്കറും കിട്ടും. ഇതാണ് ഗൈസ് സൽസീജി. സൽസീജിയുടെ വെറൈറ്റീസ് ആണ് ഇരിക്കുന്നത്. പലതരം ഇറച്ചീരിയും പിന്നെ പുക കൊള്ളിക്കുന്നത് അത് ഇത്. പിന്നെ ഈ കിടക്കുന്നത് പന്നീര് ഇറച്ചിയാണ്. അതിന്റെ നെയ്യ് എല്ലാം അവിടുത്തെ ലിക്കർ കിട്ടും. ചിക്കൻ, സ്വീറ്റ്സ്, പിന്നെ പാക്കുകൾ കിട്ടും. ഫാമിലി പാക്ക് പോലുള്ള ചിക്കൻ്റെ ഐറ്റംസ് ആണ്. ബർഗർ, റോളുകൾ, റാപ്പ് അങ്ങനെയുള്ള എല്ലാ സാധനവും കിട്ടും. ഇത് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഈ ഒരു പോർഷനിൽ ഇരുന്ന് കഴിക്കാം. ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് ഇതൊരു പന്നിയാണ്. ഒരു ഫുൾ പന്നീനെയാണ് അവരിങ്ങനെ ഇട്ടിരിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അതാ ഒരു ഫുൾ പന്നിയാണിത്. ഒരു ഫുൾ പന്നിയാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇറച്ചി ഐറ്റംസ് ഒരു സൈഡ് ഫുള്ള് കഴിക്കാനായിട്ട് ഇരിക്കുന്നവര്. പിന്നല്ലാണ്ട് ഇതെന്താണ്? സാൻഡ്വിച്ച് അല്ലേ? യെസ്, സാൻഡ്വിച്ച്. വെജിറ്റബിൾസ്, ഇറച്ചികളെല്ലാം വളരെ നൈസായിട്ട് അരിഞ്ഞിട്ടാണ് അതിൽ ഇട്ടേക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വലുപ്പം തോന്നിക്കുന്നെങ്കിലും പല ടൈപ്പ് ഇറച്ചികളെല്ലാം വളരെ ചെറുതാക്കി അരിഞ്ഞ് ആ ഒരു ഇതില് റാപ്പിൽ പൊതിഞ്ഞേക്കുക. ഇറച്ചികളും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇറച്ചികളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്, അല്ലേ ചേച്ചി? ഇവിടെ ഇറച്ചികളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അന്ന് അതിന്റെ കൂടെ വളരെ കുറച്ച് സാധനങ്ങൾ, വെജിറ്റബിൾസ്, പദാർത്ഥമാണ്, അതായത് പൊട്ടാറ്റോ ആണ് ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നത് അവര്.
ഗൈസ് നമ്മുടെ ഈ സൈഡ് അങ്ങനെ തീർന്നിരിക്കുകയാണ്. ഇതാ എന്റെ എത്തി ഇവിടെ കണ്ടോ. ഇനി നമ്മൾ അടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത സൈഡിലേക്ക്, അടുത്ത പോർഷൻ അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ്. അടുത്ത പോർഷനിൽ ഇത് ഫസ്റ്റ് കട ലെതറിന്റെ ഒരു ഷോപ്പാണ്. നല്ല ലെതറിന്റെ മണോ. ഈ വിളക്കൊക്കെ കാണാൻ, ഇത് കാണുന്നുണ്ടോന്ന് അറിയില്ല, എൻ്റെ ഫോണിന് അത്രേ വെട്ടമുള്ളൂ. ടർക്കിയിലൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് വിളക്കുകൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ലെതറിന്റെ പോർഷൻ, ലെതറിന്റെ ബാഗുകള് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു സൈഡ് മൊത്തം ലെതറിന്റെ. പിന്നീട് തുണികള്, ടോയ്സ്, അങ്ങനെ ചെറിയ ചെറിയ എല്ലാ ഐറ്റംസും ഉണ്ട്, ഒന്നിനും കുറവില്ല. അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ അവസാനിപ്പിച്ചത്. കാരണം കണ്ടറിയാം വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പിന്നെ കളിക്കാനുള്ള ഈ ഒരു പോർഷൻ മാത്രം തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞില്ലേ, അതെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ, അവിടെയാണ് നടക്കുന്നത്. ഇനി അതും കൂടി സമയം അറിയില്ല എപ്പോഴാ തുടങ്ങാന്നുള്ളത്, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. നമ്മുടെ കഴിഞ്ഞു, ഫുഡ് അടിച്ചിട്ട് ഇനി പോവാണ്. ആ ഫുഡ് നോക്കിക്കൊണ്ടിരിക്കാം. അത് ഈ കടയല്ലായിരുന്നു, അത് വേറെ കടയായിരുന്നു. അത് 4 യൂറോ ആയിരുന്നു. അത് മറക്കി ഇത്രയേ ഉള്ളൂ സാധനങ്ങള്. ഇതേ ഉള്ളു കൊള്ളുന്ന തെലങ്കാനക്കാട്. അല്ല ഇത് 2.5 അല്ലല്ലോ, ഇത് 3.95. ഇതും കൂടെ കൊക്കക്കോളയും കൂടെ വരുമ്പോ അല്ലേ. ഫുൾ മെനു ആണ് പറയുന്നത്, മുകളിലുള്ളത് റേറ്റ്. അത് മാത്രം വാങ്ങിച്ചാൽ വേണേ ഇത് ഒരെണ്ണം എല്ലാവർക്കും. ഇതാണ് നമ്മുടെ ഷോപ്പ്, ഭായിമാരുടെ ഷോപ്പാണ്. കബാബ്, നല്ല തിരക്കാണ്. കുഞ്ഞൊരു ഷോപ്പാണ്, നല്ല തിരക്കാണ്. വെയിറ്റിംഗ് ഫോർ ഫുഡ്. കിട്ടാതിരിക്കും അങ്ങനെയൊന്നുമില്ലല്ലോ. ഹായ് ഗൈസ്, നമ്മള് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം വീഡിയോ എടുത്തില്ല, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒന്നും അങ്ങനെ എടുത്തില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ എൻഡിങ്ങിനായിട്ട് ഇവരൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ മ്യൂസിക് കേട്ടപ്പോൾ ഒന്നും കൂടി ഇവിടെ വരാമെന്ന് വിചാരിച്ചു, കാണിച്ചു തരാം അത്.
വായിച്ച് അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ ചുറ്റിക്കറക്കൊക്കെ കഴിഞ്ഞു. നമ്മുടെ തേരാപ്പാര അവസാനിച്ചു. ഇനി നമ്മൾ പോവാണ്, വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ വെള്ളച്ചാട്ടം ലൈറ്റോട് കൂടി കാണാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഒരു വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. ഇനി വെള്ളമാണ് ഇവിടെ നിറയെ. ചാനൽ കാണുന്നുണ്ടെങ്കിൽ കുറെ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.